തിരുവനന്തപുരം കോർപ്പറേഷനിലെ കോൺഗ്രസ് ബി.ജെ.പി. കൗൺസിലർമാരിൽ ചിലർ വിവിധ ദൈവങ്ങളുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്തത് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടി സി.പി.ഐ.എം കൗൺസിലർ അഡ്വക്കേറ്റ് എസ്.പി. ദീപക് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇവരുടെ സത്യപ്രതിജ്ഞ അസാധുവാക്കണമെന്ന് പരാതിയിൽ എസ്.പി. ദീപക് ആവശ്യപ്പെട്ടു. വിവരങ്ങളുമായി ദിൽന ചേരുന്നു. ദിൽന, ഈ പ്രധാനപ്പെട്ട പരാതിയുടെ വളരെ സുപ്രധാനമായ ഒരു പരാതിയാണ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനം ഈ സത്യപ്രതിജ്ഞയിൽ സംഭവിച്ചു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നതെങ്കിൽ എന്തൊക്കെയാണ് അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ? ആ പരാതിയിൽ, ദീപകിന്റെ പരാതിയിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ. ശരത്ചന്ദ്രൻ ഈ പറയുന്നത് പോലെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് കഴിഞ്ഞപ്പോൾ തന്നെ ഇത്തരം പരാതികൾ അല്ലെങ്കിൽ ഇത്തരം അഭിപ്രായങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഇപ്പോൾ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുന്നിൽ 2 പരാതികളാണ് എത്തിയത്. അതിന്നാണ് അഡ്വക്കേറ്റ് എസ്.പി. ദീപക് നൽകിയ പരാതി പറയുന്നത്. ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഒരു പ്രതീകാത്മകമായ ഒരു ചടങ്ങല്ല, മറിച്ചൊരു നിർബന്ധിതമായുള്ള നിയമപരമായ ആവശ്യകതയാണ് എന്നാണ് പറയുന്നത്. അതായത് നിയമപരമായ ഉത്തരവിന് വിരുദ്ധമായ ഒരു രീതിയാണ് അന്ന് ബി.ജെ.പി. കോൺഗ്രസ് അംഗങ്ങൾ അവിടെ നടത്തിയത്. ഈ പറയുന്നത് പോലെ ആറ്റുകാൽ ദേവി, പത്മനാഭസ്വാമി, സ്വാമി അയ്യപ്പൻ, അള്ളാഹു, ധർമ്മശാസ്താവ് തുടങ്ങിയ പേരുകളിലൊക്കെ ആയിരുന്നു അന്ന് സത്യപ്രതിജ്ഞ നൽകിയിരുന്നത്. ഈ പരാതിയിൽ 20ഓളം അംഗങ്ങളെയാണ് കൗൺസിൽ അംഗങ്ങളെയാണ് അന്ന് പറയുന്നുണ്ട്. ഈ 20 പേരുടെയും കൃത്യമായ ഡീറ്റെയിൽസും ഈ ഒരു പരാതിയിൽ പറയുന്നുണ്ട്. ഈ 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ടിലെ സെക്ഷൻ 143 1995 കേരള മുനിസിപ്പാലിറ്റി ചട്ടങ്ങളും ലംഘിച്ചു എന്നാണ് ഈ ഒരു പരാതിയിൽ പറയുന്നത്. ഭരണഘടനാപരമായ അച്ചടക്കം, നിയമപരമായ ഉത്തരവ്, നിയമവാഴ്ച എന്നിവയുടെ അടിത്തറയെ തന്നെ ഇത്തരം സംഗതികൾ അല്ലെങ്കിൽ ഇത്തരം പ്രവർത്തനങ്ങൾ ബാധിക്കും എന്നതാണ് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വരുന്നത്. ഈ നിയമപരമായി ഈ ഒരു സത്യപ്രതിജ്ഞാ ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു സത്യപ്രതിജ്ഞ എന്ന് പറയുന്നത് ഔദ്യോഗിക സ്ഥാനത്തേക്ക് പ്രവേശിച്ചതായി കണക്കാക്കാനാവില്ല എന്നാണ് ഈ പരാതി പറയുന്നത്.